ഇന്നത്തെ റെസിപ്പി ചേന കൊണ്ട് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ചേനത്തൊലി കളഞ്ഞ് മുറിച്ചെടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ മുറിച്ചെടുത്ത ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇനി ഞാൻ വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാ ചേനേൻ്റെ കഷ്ണങ്ങളും മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എരിവിന് വേണ്ടി ഞാനിവിടെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളകും 2 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും എരിവിന് വേണ്ടി പിന്നീട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് മുറിച്ചെടുത്ത ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ചേന വേവിച്ചെടുക്കാം. അല്പസമയം കഴിഞ്ഞ് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചേന വെന്തിട്ടില്ല. കുറച്ച് സമയം കൂടി ഞാൻ മൂടി വയ്ക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ചേന വെന്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അല്പസമയം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേന കൊണ്ടുള്ള മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ചേന കൊണ്ടുള്ള ഈ മെഴുക്കുവരട്ടി നല്ല രുചിയുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.